Hello everyone, welcome to my classes. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം UGC നെറ്റ് എക്സാമിന്റെ ഡിസംബർ സൈക്കിൾ എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജാനുവരി 1 തൊട്ടിട്ടാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഏകദേശം ഒരു 30 ദിവസത്തോളാണ് നമുക്ക് എക്സാമിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഈ ഒരു 30 ദിവസത്തിനുള്ളിൽ സെൽഫ് സ്റ്റഡിയിലൂടെ എങ്ങനെ പേപ്പർ 1ൽ 70+ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാം, അതിനുള്ള ഒരു ബെസ്റ്റ് സ്ട്രാറ്റജിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കറിയാം UGC നെറ്റിന്റെ പേപ്പർ 1ൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് 100% ക്വസ്റ്റ്യൻസ് വരുമെന്ന് ഉറപ്പുള്ള 2 ഏരിയാസ് ആണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷനും അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷനും. ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് വരെ തീർച്ചയായിട്ടും ചോദിക്കാറുണ്ട് അല്ലെ. ബാക്കി 40 ക്വസ്റ്റ്യൻസിന് നമുക്ക് അതായത് അതർ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ഇതില് ആദ്യത്തെ ഈ രണ്ടെണ്ണം DIയും RCയും നമുക്ക് നോക്കാം. DI എന്ന് പറയുമ്പോൾ DIക്ക് നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡെയിലി ഇനി 30 ദിവസം കൂടി ഉള്ളൂ എക്സാമിന്. അപ്പൊ ഡെയിലി ഒരു സെറ്റെങ്കിലും DI ചെയ്യാൻ വേണ്ടി നോക്കുക, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇത് എല്ലാവരും പറയുന്നതാണ് എനിക്കറിയാം. പക്ഷേ DI ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ടൈമർ വെച്ചിട്ട് വേണം DI ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ടൈമിൽ ടൈമർ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടൈമറുള്ള ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ടൈമറുള്ള ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ചെയ്ത് നോക്കി നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ മിനിമം ഒരു സെറ്റെങ്കിലും ഡെയിലി ചെയ്യാൻ വേണ്ടി നോക്കുക. 30 ദിവസം നമുക്ക് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്കറിയാം ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് ടഫുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ ആദ്യമൊക്കെ ചിലപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യനോ ഒക്കെ ശരിയാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ആ ഒരു ടൈമിന്റെ ഉള്ളിൽ ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും ശരിയാക്കാനും സാധിക്കുള്ളൂ. പക്ഷെ നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ലാസ്റ്റ് ഡേയ്സ് ഒക്കെ ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ടൈം ലിമിറ്റിന്റെ ഉള്ളിൽ ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ ടൈം ഉണ്ടായിരിക്കുക. അതിനുള്ളിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയിട്ട് ചെയ്തു തീർക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അത് പ്രാക്ടീസിലൂടെ നമുക്ക് എന്തായാലും ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അടുത്തതാണ് RC എന്ന് പറയുന്നത്. അതും ഇതുപോലെ തന്നെയാണ്. RC പേപ്പർ 1ൽ ഒരു സെറ്റ് ആണെങ്കിലും ഇപ്പോൾ കൊമേഴ്സ് മാനേജ്മെന്റ് തുടങ്ങിയ സബ്ജക്റ്റിലൊക്കെ നമുക്കറിയാം പേപ്പർ 2ൽ 2 സെറ്റ് വരെ RC ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലെ. അപ്പോൾ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 150 ക്വസ്റ്റ്യൻസിൽ 15 ക്വസ്റ്റ്യൻ, അതായത് 30 മാർക്കോളം RC ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലെ. അപ്പോൾ RC എന്നുള്ളത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ RC പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ RC നമുക്ക് ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും. ടൈമറോട് കൂടി തന്നെ ചെയ്യുക. ഓക്കെ, ടൈമർ വെച്ച് തന്നെ ചെയ്യുക. അപ്പോൾ 3 സെറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് കൊണ്ട് മിനിമം 2 സെറ്റെങ്കിലും ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം അനുസരിച്ചിട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നെങ്കിലും മിനിമം ചെയ്യണം. ഓക്കെ, ഡെയിലി. അപ്പോൾ അങ്ങനെ RC ഒരു സെറ്റ് ഡെയിലി ടൈമർ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് DIക്കും RCക്കും വേണ്ടി ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഇത് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. 30 ദിവസമാണ് നിങ്ങൾക്ക് എക്സാമിനുള്ളത്. അതിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് ഫുൾ ക്വസ്റ്റ്യൻസ് ഈ 10 മാർക്ക് നിങ്ങൾക്ക് നേടാൻ വേണ്ടി പറ്റും ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള 40 ക്വസ്റ്റ്യൻസ് അതിന് വേണ്ടി നമുക്ക് എന്താണ് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുക നോക്കാം. അതിന് നമ്മൾ 3 സ്റ്റെപ്സ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഒന്നെങ്കിൽ അത് പ്രിന്റ് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എഴുതിയെടുക്കുക, അങ്ങനെ ചെയ്യാം. സിലബസ് നമ്മുടെ അടുത്ത് എന്തായാലും വേണം. എന്നിട്ട് സിലബസ് എടുത്ത് സിലബസിലെ ഓരോ ടോപ്പിക്കുകളായിട്ട് എടുത്തിട്ട് ജസ്റ്റ് യൂട്യൂബ് മതി. യൂട്യൂബിൽ 1-2 വീഡിയോസ്, അത് നിങ്ങളുടെ ടൈമിനനുസരിച്ച് 1-2 വീഡിയോസ് ഓരോ ടോപ്പിക്കിന്റെയും കാണുക. നമുക്ക് നോട്ട്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട്സ് ആയിട്ട് എഴുതി വെക്കാം. ഓക്കെ, അങ്ങനെ എത്രയും പെട്ടെന്ന് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് സിലബസിലുള്ള എല്ലാ ടോപ്പിക്കുകളുടെയും വീഡിയോ 1-2 വീഡിയോസ് കണ്ടിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എഴുതി വെച്ച് അത് അവസാനിപ്പിക്കുക. ഓക്കെ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഈ സിലബസ് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് വെച്ചാൽ നമ്മൾ സിലബസ് മാത്രം കവർ ചെയ്തുകൊണ്ട് നമുക്ക് അത്രയും മാർക്കൊന്നും സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2ാമത്തെ സ്റ്റെപ്പാണ്, അതായത് PYQ. ഓക്കെ, അപ്പോൾ PYQ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്രത്തോളം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സിലബസ് ബേസ്ഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ സിലബസിലുള്ള ഓരോ ടോപ്പിക് എടുത്ത് യൂട്യൂബിൽ വീഡിയോസ് സെർച്ച് ചെയ്യുക. 1-2 വീഡിയോസ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ അവൈലബിൾ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള കുറച്ച് നോളജ് കിട്ടും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വായിച്ചു നോക്കി നോക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, അങ്ങനെ കവർ ചെയ്യുക. സിലബസ് എത്രയും പെട്ടെന്ന് കവർ ചെയ്യുക. അതിനുശേഷം PYQs ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ PYQ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ
ഇപ്പോൾ മലയാളത്തിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ മലയാളത്തിൽ അത്രയ്ക്ക് കുറച്ച് വീഡിയോസേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. എന്നാലും മലയാളത്തിലുണ്ട്. എന്നാൽ അധികം സെറ്റ് ഉണ്ടെന്ന് ഞാൻ പറയില്ല. ഞാൻ ഫോളോ ചെയ്തിരുന്നത് ഒരു iPlus എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബിൽ, മലയാളം യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അവരുടെ ഒരു എയിം JRF എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് പെയ്ഡ് ആണ്. അപ്പോൾ എന്താ പറയുക, അത് പക്ഷെ അന്ന് എനിക്ക് ഫ്രീ ആയിട്ടാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ജൂൺ എക്സാം കഴിഞ്ഞ ടൈമിൽ 2023 ജൂൺ എക്സാം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ടൈമിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവർക്ക് മെയിൽ ചെയ്ത് കൊടുത്ത ടൈമിൽ അങ്ങനെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ അവർ ഇട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ അയച്ചു കൊടുത്തപ്പോൾ അവർ നമുക്ക് ഫ്രീ ആയിട്ട് സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ഞാൻ യൂസ് ചെയ്തിരുന്നു. അതിൽ PYQs ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പൊ അത് പെയ്ഡ് ആണ്. നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് വീഡിയോസ് യൂട്യൂബിൽ ഉള്ളത് ഹിന്ദി ചാനലാണ് കേട്ടോ ഇത്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ക്ലാസ് എടുക്കുന്നത് ഹിന്ദിയിലാണെങ്കിലും അതിൽ PPT ആണ്. അതായത് നമുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്. ഈ ചാനലിന്റെ പേരെന്ന് പറയുന്നത് ഇൻകൾക്കേറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞ ഇതും ഞാൻ ഫോളോ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇൻകൾക്കേറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി നോക്കാം. നിങ്ങൾ ക്ലാസ് കണ്ടു നോക്കി നോക്കൂ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പെയ്ഡ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. എന്തായാലും PYQ ചെയ്യാതെ ഇരിക്കരുത്. ഓക്കെ, ഈ പറഞ്ഞ പോലെ 70+ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണമെങ്കിൽ PYQ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ യൂട്യൂബ് ചാനൽസ് ഹിന്ദിയിലൊക്കെ ഒരുപാട് ചാനൽസിൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ PYQ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഈ ഒരു ചാനലിൽ തന്നെ 55+ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ തന്നെ 50 ക്വസ്റ്റ്യൻ അതിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ 55+ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ അതിൻ്റെ കമൻറ്റുകളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് JRF കിട്ടിയവരൊക്കെ ഉണ്ട്. ഞാൻ ലേറ്റ് ആയിട്ടാണ് ഈ ഒരു ചാനൽ കണ്ടത്. ഓക്കെ, കഴിഞ്ഞ റീ എക്സാം ടൈമിൽ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ചാനൽ നിങ്ങൾ കണ്ടു നോക്കി നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് കണ്ടു നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ അതിൽ 55+ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ആൻസേഴ്സ് ഉണ്ട് വിത്ത് എക്സ്പ്ലനേഷൻ. അപ്പോൾ അത് കാണുക. നമുക്കറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓക്കെ, ഇനി മൂന്നാമത് നമ്മൾ ഇതിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. റിവിഷൻ എന്ന് പറയുന്നത് PYQ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ റിവിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാം കഴിഞ്ഞ് റിവൈസ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇരിക്കരുത്. നമ്മൾ ഓരോ ടോപ്പിക് നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഡെയിലി ചെയ്യുന്നതിൽ നമുക്ക് അറിയാത്ത ടോപ്പിക്കുകൾ അല്ലെങ്കിൽ അറിയാത്ത കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്ത് വെക്കുന്നുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ തലേ ദിവസം എഴുതി വെച്ചിട്ടുള്ള ആ ഒരു ഏരിയ ഒന്ന് കവർ ചെയ്യുക. അതിനുശേഷം പുതിയ ഇതിലേക്ക് കടക്കുക. ഓക്കെ, അപ്പോൾ റിവിഷന് വേണ്ടി കുറച്ച് ദിവസം മാറ്റി വയ്ക്കുക, അങ്ങനെയല്ല. നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ റിവിഷനും കൊണ്ടുപോവുക. ഓക്കെ, റിവിഷൻ എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു 3 സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 40 ക്വസ്റ്റ്യനിൽ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പേപ്പർ 1 പറയാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് കഴിഞ്ഞാൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് 70+ മാർക്സ് പേപ്പർ 1 ഈ 30 ദിവസം കൊണ്ട് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പേപ്പർ 1 സ്കോർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം കട്ട് ഓഫ് എന്നുള്ളത് വളരെ കൂടി വരികയാണ് അല്ലേ. 200 മാർക്കിനും കൂടുതൽ കട്ട് ഓഫ് ഇല്ലാത്ത ഒരു പേപ്പേഴ്സ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പേപ്പർ 1 ഇമ്പോർട്ടൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ട് 70+ മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.